അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും കാണുമ്പോഴും പടച്ചറബിൻ്റെ ഒരു വിധിക്ക് മുൻപിൽ നിസ്സഹായരായിട്ട് നിൽക്കാനേ പാവം മനുഷ്യരായ നമ്മളെ കൊണ്ട് കഴിയൂ. മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നിന്ന് കേട്ടൊരു വാർത്ത. നേഹ എന്ന 21 വയസ്സുള്ള ഒരു പെൺകുട്ടി. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപാണ് നേഹയുടെ നിക്കാഹ് കഴിഞ്ഞത്. മലപ്പുറം ജില്ലയിലെ പൂക്കോട്ടൂരിലുള്ള ഒരു യുവാവുമായിട്ട് നിക്കാഹ് കഴിഞ്ഞു. അൽഷിഫ നഴ്സിംഗ് കോളേജിൽ BSc നഴ്സിംഗിന് പഠിക്കുന്ന 5ാം സെമസ്റ്ററിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ നേഹ. സന്തോഷങ്ങളും സൗഹൃദങ്ങളും പ്രതീക്ഷകളുമായിട്ട് നടന്നിരുന്ന ഒരു പെൺകുട്ടി. അങ്ങനെ കോളേജിൽ നിന്ന് ഉച്ചക്ക് ഭക്ഷണത്തിന് വേണ്ടി വിടുന്നൊരു സമയത്ത് ഇവർക്കൊരു വിരുന്നുകൂടിയുണ്ട്. അങ്ങനെ ഇവരുടെ ഭർത്താവ്, നിക്കാഹ് കഴിഞ്ഞ ഒരാൾ ഇവരെ കൂട്ടിക്കൊണ്ട് ഒരു സ്കൂട്ടിയിലാണ് വന്നത്. അങ്ങനെ ഇവർ ആ കുടുംബ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് കോളേജിലേക്ക് വരുന്നൊരു സമയത്താണ് ജൂബിലി ജംഗ്ഷനിൽ വെച്ചിട്ട്, കോഴിക്കോട് റോഡിലുള്ള ജൂബിലി ജംഗ്ഷനിൽ വെച്ചിട്ട് ഇവരുടെ സ്കൂട്ടി ഇങ്ങോട്ട് തിരിക്കാൻ ശ്രമിക്കുന്നതിനിടെ പൊടുന്നനെ സ്പീഡിൽ വന്നൊരു ക്രെയിന് ഈ ഒരു സ്കൂട്ടിയുടെ പിറകിലിടിച്ചു. ഈ നേഹയും നേഹയുടെ ഭർത്താവുമാണ് ആ സ്കൂട്ടിയിലുണ്ടായിരുന്നത്. ആ പിറകിലിടിച്ചതോടുകൂടി നേഹ പൊടുന്നനെ അങ്ങോട്ട് വീണു. ആ വലിയ ക്രെയിനിൻ്റെ ചക്രം ആ പൊന്നുമോളുടെ തലയിലൂടെയാണ് കയറി ഇറങ്ങുന്നത്. ഞാൻ ആ CCTV ദൃശ്യം കണ്ടിട്ട് കണ്ണടച്ചുപോയി, കാണാൻ പോലും കഴിയാതെ. ആ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നതിന് മുൻപ് ഈ നേഹ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു ആ കുട്ടിക്ക് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വിവരം അറിഞ്ഞിട്ട് 5-6 കുട്ടികളാണ് ബോധരഹിതരായിട്ട് വീണ്ടും വ്യത്യസ്ത ഹോസ്പിറ്റലുകൾ അഡ്മിറ്റായത്. അവരുടെ സഹപാഠികൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന മാതാപിതാക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. എന്ത് വാക്കുകൾ കൊടുത്തിട്ടാണ് അവരെ ആശ്വസിപ്പിക്കുക. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ഇവർ തമ്മിലുള്ള നിക്കാഹ് നടന്നത്. അത്രയും സന്തോഷങ്ങളും സൗഹാർദ്ദങ്ങളുമായി കഴിഞ്ഞ് പുതിയൊരു ലൈഫിലേക്ക് കാലെടുത്ത് വെച്ച് സ്വപ്നങ്ങളിലേക്ക് പറന്നുയരുന്ന ഈ പെൺകുട്ടിക്ക് പടച്ചറബ് കൊടുത്തൊരു വിധി വെറും ദിവസങ്ങൾ മാത്രം എന്നുള്ളത്. നമ്മുടെ മക്കൾക്ക്, നമ്മളെപ്പോഴും നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പൊടുന്നനെയുള്ള അപകട മരണങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തു രക്ഷിക്കാൻ വേണ്ടി. പഠനത്തിലൊക്കെ നല്ല മിടുക്കിയായിരുന്നു ഈ നേഹ എന്ന പെൺകുട്ടി. 10ാം ക്ലാസ്സിൽ ഫുൾ A+ കൂടി പാസ്സായ ഒരാളാണ്. +2 ഫുൾ A+ കൂടി പാസ്സായ ഒരാളാണ്. അങ്ങനെയാണ് പെരിന്തൽമണ്ണ അൽഷിഫ നഴ്സിംഗ് കോളേജിൽ BScക്ക് ചേർന്നത്. അങ്ങനെ ഒരു നല്ല കരിയർ സ്വപ്നം കണ്ടിരുന്ന ഒരാൾ. പഠിക്കണ സമയത്ത് ഒപ്പനയിലും അതേപോലെ ആർട്ട് വർക്കിലും നാടകത്തിലുമൊക്കെ കലാരംഗത്തുമൊക്കെ മികവ് തെളിയിച്ചൊരു പെൺകുട്ടിയാണ്. എന്തിനും ഉണ്ടെങ്കിലും നേഹയോട് അത്രയും സൗഹൃദമുള്ള കുട്ടികളാണ് കൂടെ ഉണ്ടായിരുന്നത്. എല്ലാത്തിനും അവൾ മുൻപന്തിയിലുണ്ടാവും. ആർക്കും അവളെ കുറിച്ചിട്ട് സന്തോഷമുള്ള കാര്യങ്ങളല്ലാതെ മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല. എല്ലാവർക്കും അവളോട് അത്ര സ്നേഹമായിരുന്നു. ആ വീട്ടുകാർക്ക് ഇപ്പോഴും ആ ഒരു അപകട മരണം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ഞാൻ ചിന്തിക്കുന്നത്, ആ ഒരു കൂടെ ഉണ്ടായിരുന്ന ഒരു ഭർത്താവുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് സ്വന്തം ഭാര്യ വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ, അതും ഒരു നിക്കാഹ് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളത്. സാധാരണ നമ്മുടെ മുസ്ലിം ആചാരപ്രകാരം പിന്നെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടാവും. അതുപോലും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു വിരുന്നിന് പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ച് തിരിച്ച് ഇവിടേക്ക് എത്തിക്കുന്ന സമയത്താണ് ഈ അപകടം നടന്നത്. ആ മനുഷ്യൻ്റെ കൺമുന്നിൽ നടന്നിട്ട് ആ മനുഷ്യൻ കേൾക്കുന്ന ഒരു ഷോക്കിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. കാരണം ഇതേ സമാന സാഹചര്യം നമ്മൾ 2 ദിവസങ്ങൾക്ക് മുൻപ് കണ്ടല്ലോ. ആലപ്പുഴയിൽ ഒരു 6 വിദ്യാർത്ഥികൾ വാഹനാപകടത്തിൽ മരിച്ചത്. അവർ കാറിൽ പോകുമ്പോൾ, സിനിമക്ക് പോകുമ്പോൾ, അന്ന് ആ വണ്ടിയിൽ 11 കുട്ടികളുണ്ടായിരുന്നതിൽ 10 കുട്ടികൾക്കും പരിക്കുണ്ടായിരുന്നു. അതിൽ 6 പേര് മരിച്ചു. ഒരു കുട്ടിക്ക് മാത്രം പടച്ചോൻ്റെ കുതിർത്തുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഈ ഒരു വാഹനം വന്ന് ഇടിച്ചിട്ട് എല്ലാവരും കരഞ്ഞ് നിലവിളിച്ച് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒരു പരുക്കില്ലാത്ത ഒരാൾക്ക് ഷോക്ക്, മെൻ്റൽ ഷോക്കായി. കാരണം അവൻ്റെ മുന്നിൽ നിന്നാണ് ഈ 5 കുട്ടികൾ അപ്പം മരിച്ചു, ഒരാളിപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. ആകെ പരുക്കേൽക്കുമ്പോൾ ഇവൻ്റെ മേത്ത് ഒരു പരുക്കില്ല. ഇവൻക്ക് ഇത് വിശ്വസിക്കാൻ കഴിയാതെ മൈൻഡ് ആകെ ഷോക്കായിപ്പോയി. അത്രയും നടുക്കുന്ന കാഴ്ചയാണെന്ന് അവന് കണ്ടത്. എല്ലാവരും ഓരോരുത്തർ പരിക്കേറ്റവരെ കൊണ്ടുപോകുമ്പോൾ ഇവൻ ആ വണ്ടിയിലുള്ളതാണെന്ന് പോലും ആർക്കും അറിയില്ല. അങ്ങനെ ആ സമയത്ത് 10 പേരെ വണ്ടിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ഇവനെ എന്നിട്ട് ആരും കൊണ്ടേതുമില്ല. കാരണം മേത്ത് ആർക്കും പരിക്കില്ല. ഇവനൊരു ഓട്ടോ വിളിച്ചിട്ടാണ് ഇവൻ ഹോസ്റ്റലിലേക്ക് പോയത്. ഹോസ്റ്റലിൽ കയറിയിട്ട് ഒന്നും മിണ്ടാതിരിക്കുക. എന്നിട്ട് ഇതൊക്കെ പിന്നീട് വാർത്തകൾ വന്നിട്ട് പരിക്കേറ്റ ഒരാൾ പറയാണ് 11 പേരുണ്ട്, കൂട്ടത്തിൽ ഇന്ന ആളുണ്ടെന്ന് പറയുമ്പോഴാണ് ഈ ആളെ കാണാനില്ല. അന്വേഷിച്ചുമ്പോൾ ഇവൻ ഹോസ്റ്റലുണ്ട്. ഇവൻ കണ്ട ഈ അപകടത്തെക്കുറിച്ച് സംസാരിക്കാനോ മിണ്ടാനോ കഴിയാത്തൊരവസ്ഥ. നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന അപകടങ്ങളെക്കാൾ വളരെ വലുതാണ് മാനസികാഘാതം. അതുപോലെ ആ ഭർത്താവിൻ്റെ കൺമുന്നിൽ നിന്നാണ് തൻ്റെ പ്രിയതമ ഇത്രയും ദാരുണമായിട്ട് മരണപ്പെട്ടത്. ആ CCTVയിൽ കാണാൻ ഇവനങ്ങനെ എന്ത് ചെയ്യണം എന്നറിയാതെ വാരിയെടുക്കുകയാണ് ഇവൻ ആ ക്രെയിൻ്റെ അടിയിൽ നിന്ന്. ആ ക്രെയിനുകാരൻ്റെ കയ്യിലുള്ള തെറ്റാണ്. ഈ വാഹനങ്ങളൊക്കെ നിരത്തിലിറങ്ങുമ്പോൾ മനുഷ്യർ പോണ ഒരു വാഹനമാണെന്നുള്ളൊരു ചിന്ത വേണ്ടേ? മലപ്പുറം ജില്ല എന്ന് പറയുന്നത് ജനസംഖ്യയിൽ വലുതാണൊപ്പം വാഹനപ്പെരുപ്പത്തിലും വലുതാണ് ഈ മലപ്പുറത്തുള്ളത്.
കേരളത്തിൻ്റെ മൊത്തം വാഹനാപകടത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഒരു 8ാം സ്ഥാനത്തെ മലപ്പുറം ഉള്ളൂ. ഒരു വർഷത്തിൽ 4000 പേര് മരണപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം 4000 പേര് മരണപ്പെട്ടതിൽ 1880 മരണങ്ങളും മലപ്പുറം ജില്ലയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്ന സംഭവങ്ങളുണ്ട്. എങ്ങനെയാണ് ഈ വാഹനാപകടങ്ങൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും? ഒന്ന് ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ്. ആ ക്രെയിൻ വണ്ടി ഓടിച്ചിരുന്ന ആളുടെ അശ്രദ്ധയാണ് ഈ ഒരു ക്രൂരമായ കൊലപാതകം. അയാൾക്കെതിരെ ശരിക്കും മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കണം. എത്ര സ്വപ്നങ്ങളാണ് തകർന്നു പോയത്, എത്ര ആളുകളുടെ സന്തോഷങ്ങളാണ് തല്ലിക്കെടുത്തിയത്. നമ്മളെല്ലാവരും ആ കുടുംബത്തിന് വേണ്ടി, നമ്മൾ ഈ വീഡിയോ പറയുമ്പോൾ ആ കുട്ടിയുടെ കബറടക്കൽ കാര്യങ്ങളൊക്കെ നടന്നുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മുടെ വീഡിയോ കാണുന്ന പലർക്കും അറിയാവുന്ന ഒരു കുടുംബമായിരിക്കും. ആ ഒരു പെൺകുട്ടിയെ അറിയുന്ന ആളുകളുണ്ടാവും. അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, ഈ അപകട മരണങ്ങളുടെ പ്രധാന ഒരു വില്ലൻ ഡ്രൈവർമാരുടെ അശ്രദ്ധയാണ്. പിന്നെ ഒരു അമിതമായ കോൺഫിഡൻസ്. അല്ല, ആ വണ്ടി ഞാൻ പെട്ടെന്ന് മുന്നോട്ട് എടുത്താലും ആ വണ്ടിയുടെ പൊക്കോളുന്ന കയറുള്ള ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ വണ്ടി ഓവർടേക്ക് ചെയ്യുമ്പോൾ അതിനപ്പുറം എനിക്ക് മറികടക്കാൻ കഴിയുമെന്നുള്ള ഈ അമിതമായ ആത്മവിശ്വാസമാണ്. ഈ 2 കാരണങ്ങളുമാണ് പലപ്പോഴും അപകടത്തിനിടയാക്കുക. ഇവിടെ ശരിക്കും ആ ക്രെയിൻ ഉപയോഗിക്കുന്ന ക്രെയിൻ ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ ക്രൂരമായ അപകടത്തിനിടയാക്കിയത്. നമ്മളെല്ലാവരും നമ്മുടെ യാത്രയിൽ, നമ്മളൊക്കെ വാഹനത്തിൽ പോകുന്ന, സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ്. മലപ്പുറം ജില്ലയിലെ അപകടങ്ങളിൽ മെയിനായിട്ട് വരുന്നത് ഇരുചക്ര വാഹനങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വടകരയിലെ ഒരു വാർത്ത കണ്ടു. വടകരയിൽ കഴിഞ്ഞ ഫെബ്രുവരി 17-നെങ്ങാനോ ആണ് ഒരു 9 വയസ്സുള്ള പെൺകുട്ടിയും അതിൻ്റെ മുത്തശ്ശിയും കൂടിയിട്ട് അമ്മയുടെ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു വൈറ്റ് സ്വിഫ്റ്റ് കാർ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആ കാറുകാരെ നിർത്താതെ പോയി. ആ മുത്തശ്ശി അവിടെ കിടന്ന് മരിച്ചു. ആ 9 വയസ്സുള്ള പെൺകുട്ടി, നല്ല മിടുക്കിയായ പെൺകുട്ടി, ഇത്രയും മാസങ്ങളുടെ കോമാ സ്റ്റേജിലാണ്. കയ്യും കാലുകളും അനങ്ങും, കണ്ണും അനങ്ങും എന്നല്ലാതെ മിണ്ടാനോ പ്രതികരിക്കാനോ ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവനുണ്ട്. എന്നാൽ ഒരു ഉപകാരമില്ലാത്ത കോമാ സ്റ്റേജിൽ ഹോസ്പിറ്റലിൽ കിടക്കുക. ചികിത്സിക്കാൻ പോലും പണമില്ല. ആരൊക്കെയോ പണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോലും അവരെ പറ്റിച്ചു. ആ ഒരു വാഹന അപകടം ഉണ്ടാക്കിയ ഡ്രൈവർ അവരൊന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കുക പോലും ചെയ്യാതെ മുങ്ങി. എത്രയോ ദിവസം ആ ഭാഗത്ത് ഒരു CCTV ക്യാമറ പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 150 CCTV ക്യാമറകളും എന്താ പറയുക, ആയിരക്കണക്കിന് ഇതിൻ്റെ വർക്ക്ഷോപ്പുകളിലൊക്കെ പോലീസ് ഇത്രയും കാലം അന്വേഷിച്ചിട്ട് ഒടുവിൽ ആ വണ്ടി കണ്ടെത്തി എന്നുള്ളതാണ്. ഇയാളൊരു ഫാമിലി ആയിട്ട് പോകുന്ന ഷിജിൽ എന്ന് പേരുള്ള ഒരാൾ തൻ്റെ ഭാര്യയും മക്കളൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് വന്നിട്ട് വിരുന്ന് പോയി വരുന്ന സമയത്ത് പിറകിലുള്ള മക്കൾ മുൻപിലേക്ക് ഇരിക്കണം, ഞങ്ങൾ ഫ്രണ്ടിലേക്ക് വരികയാണെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചപ്പോൾ ഇയാൾ അല്ല ഞങ്ങൾ അവിടെ ഇരുന്നോന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്നിട്ട് തിരിയലും ആ ഒരു അശ്രദ്ധയിലാണ് ഈ പാവം മുത്തശ്ശിയെയും ഈ കുഞ്ഞിനെയും വാഹനിടിച്ചത്. എന്നിട്ട് അവരെന്താ ചെയ്തത്? എന്നാൽ അതിൽ പെണ്ണുങ്ങളും കുട്ടികളൊക്കെ തൻ്റെ കുട്ടീനെ പോലത്തെ ഒരു കുട്ടിയല്ലോടോ ഇടിച്ചത്. അതുപോലും ചിന്തിക്കാതെ അയാൾ നിർത്താതെ അങ്ങോട്ട് പോയി. എന്നിട്ട് ഇയാൾ വീടിനടുത്തുള്ളൊരു മതിലിമ കൊണ്ടുപോയിട്ട് വണ്ടി ഇടിപ്പിച്ചിട്ട് ഇതിൻ്റെ ഒരു ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ട് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്ത് 36,000 രൂപ ഇൻഷുറൻസും വാങ്ങിയിട്ട് വണ്ടിയുടെ രൂപഭാവമൊക്കെ മാറ്റി അയാൾ UAE പോയി. നമ്മുടെ കേരള പോലീസിൻ്റെ മിടുക്ക് ഒടുവിൽ ആ മനുഷ്യനെ കണ്ടെത്തി ഭാര്യയെ ചോദ്യം ചെയ്തു. അയാളെ ഗൾഫിൽ നിന്ന് വെർച്വലായിട്ട് ചോദ്യം ചെയ്തു. ഇനി അയാളെ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം, മനഃപൂർവ്വമുള്ള നരഹത്യക്ക് കേസെടുക്കാൻ. ഒരു അശ്രദ്ധ ഒരു മനുഷ്യൻ്റെ ജീവിതം എത്രത്തോളം തകർക്കുന്നു. ഇന്നലെയാണ് ഈ ഷിജിലിനെ പോലീസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് പുറത്തു വിടുന്നത്, ആളെ കണ്ടെത്തുന്നത്. നമ്മുടെ അശ്രദ്ധ കൊണ്ട് തകരുന്നത് നമ്മുടെയും കൂടി ജീവിതമാണ്. നമ്മുടെ വണ്ടിക്ക് ഹെവി വാഹനമാണെങ്കിൽ ആ ക്രെയിനിൻ്റെ ടയറിന് പോലും പരിക്കേറ്റുണ്ടാവും. ഒരു ഇളം പക്ഷി പോലെയുള്ള ഒരു പാവം പെൺകുട്ടിയുടെ ഇല്ലാതാകുമ്പോൾ ക്രെയിനിനൊന്നും സംഭവിക്കുന്നില്ല. പക്ഷേ അത് തകർത്ത് കളഞ്ഞത് എത്ര പേരുടെ സ്വപ്നങ്ങളാണ്, എത്ര പേരുടെ ജീവിതങ്ങളാണ്. ഒരു ഡ്രൈവറുടെ അശ്രദ്ധയിൽ നിന്നാണ് ഒരുപാട് പേരുടെ സ്വപ്നങ്ങൾ ഇല്ലാതായത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഒന്നാമത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ചെല്ലാനുള്ള പ്രാർത്ഥനകളൊക്കെ ചൊല്ലിയിട്ട് വണ്ടിയിൽ കയറുക. എപ്പോഴും ദൈവത്തിൻ്റെ ഒരു ശ്രദ്ധയും കാവലും നമ്മുടെ യാത്രയിൽ ഉണ്ടാവട്ടെ. കൾച്ചർ എന്താണെന്ന് വെച്ചാൽ വാഹനാപകടത്തിൽ പറ്റുന്ന പിന്നെ സെക്കൻഡറി പരിക്കുകളുണ്ട്. പരിക്കേറ്റ ആളുകളെ കൃത്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന സമയത്തുള്ള നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും നമ്മളൊരു കോമാ സ്റ്റേജിലേക്ക് എത്തിക്കുന്നത് ഇത്തരം എടുത്തുകൊണ്ടുപോകുന്നതാണ്. കൃത്യമായുള്ള രേഖകളില്ലാതെ, കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങളില്ലാതെ. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ ഒരു നിയമം മൂലം കൃത്യമായുള്ള ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുപോകാനുള്ള പരിശീലനങ്ങളൊക്കെയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ടത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം എവിടുന്ന ഒരു സ്കൂളിലെ കുട്ടികൾ വഴിയിൽ കുഴഞ്ഞ വീട് ഒരു സ്ത്രീയെ
പ്രാഥമിക ശുശ്രൂഷകൾ നൽകിയിട്ട് അവരെ എന്താ പറയുക, അവർക്കൊരു ജീവൻ തിരിച്ചു കൊടുത്തൊരു സംഭവം ഞാൻ കണ്ടു. ആ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. അപ്പോൾ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രാർത്ഥനയിൽ ഉണ്ടാവണം ആ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട്. ആ ഒരു നെഹ എന്നു പേരുള്ള 21 വയസ്സുള്ള ആ പെൺകുട്ടിയുടെ ദുരന്തം വല്ലാത്തൊരു നോവായിട്ട് മാറുകയാണ്. ആ പെൺകുട്ടിക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുകയാണ്. ചോദിക്കുന്നൊരു ചോദ്യം, ഇംഗ്ലണ്ടിൽ ഏറ്റവും അധികം പേര് കുട്ടികൾക്ക് പേരിടുന്നത് ഏത് പേരാണ്? കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ ആ പേര് വന്നിരുന്നു. ഇതിനു മുൻപ് നോഹ എന്ന പേരായിരുന്നു ഏറ്റവും അധികം ആളുകൾക്ക് ഇട്ടിരുന്നത്. ഇപ്പോൾ പുതിയൊരു പേരാണ് ഏറ്റവും അധികം കുട്ടികൾക്ക് ഇടുന്നത്. ആ ഒരു പേരാണ്. ഏതാണ് ആ പേര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.